ആ മഹലിൽ കൊണ്ടുവന്ന് കാന്തപുരം സുന്നികളുടെ ഒപ്പ് കിട്ടാതെ നിങ്ങളുടെ ഏത് കൊലകമ്പനെ കൊണ്ടുവന്നാലും എലിയാപറമ്പിൽ ഒരു കാവിയാക്കാനുള്ള നട്ടല് നിങ്ങൾക്കുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണട്ടെ. നിങ്ങളെ കയ്യിലുള്ള മഹലിന്റെ പവർ ഒന്ന് കാണാനാണ്. ഞങ്ങള് കാന്തപുരം ഉസ്താദാണെങ്കിലും പൊന്മള ഉസ്താദാണെങ്കിലും അവരെ വിരൽ അനുകൂലമായി ചലിപ്പിക്കാതെ ഒരു മുസല്ലാകത്തെ പള്ളിയിൽ നിന്ന് ആ പള്ളികളിലെ മൊല്ലമാർക്ക് എടുത്തുയർത്താൻ കഴിയില്ല. അത്തരം പവറിൽ തന്നെയാണ് ഞങ്ങൾ ഉസ്താദന്മാരും മഹലിലുള്ളത്. അത് നിങ്ങൾക്ക് പിന്നെ ഡയലോഗ് അടിക്കാം. അത് എലിയാപറമ്പുങ്ങൾ തന്നെയല്ലേ മഹല്. ഞങ്ങളെ ഇവിടുത്തെ സുന്നികളിൽ അനുമതിയില്ലാതെ നിങ്ങളൊരു തീരുമാനം എടുക്കി. ആണത്തുണ്ടെങ്കിൽ അതൊക്കെ പറയേണ്ടി. കൊരക്കും വെട്ടി കടിക്കൂലാന്ന് പഴമക്കാര് പഴഞ്ചൊല്ലു പറയാറുള്ളത് പോലെ. അല്ലെങ്കിലും നോക്ക് ഇതിങ്ങനെ പറയലാണോ? ആ പാണക്കാട്ടെ കുട്ടിനൊന്ന് കാലേക്ക് വിട്ടുടഞ്ഞ ഇവിടുന്ന് വിവരം അറിഞ്ഞിരുന്നോ അല്ലേ? അപ്പൊ അറിയാം നമ്മൾ അധികാരത്തിന്റെ പവർ എത്രണ്ട് എന്നുള്ളത്. എന്നിട്ട് കെ.വി. അബ്ദുൽ ഖാദർ നിരീശ്വരവാദി എപ്പോ അയാളെ ചെയർമാനാക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, അതുവരെ അയാളെ മാർഗ കല്യാണം കഴിക്കാത്തത് ആരും കണ്ടില്ല. ചെയർമാനാക്കിയപ്പോ ആകെ കോലാഹലം. കെ.വി. അബ്ദുൽ ഖാദർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നാണ്. എന്തേ അതിന് കാരണം പറഞ്ഞത്? കാസിമി പറഞ്ഞു, മമ്പറത്ത് പ്രസംഗിച്ചപ്പോ പറഞ്ഞു ഇതുവരെ മൂപ്പര് പള്ളി കയറിയിട്ടില്ല. തൊട്ടടുത്താഴ്ച പട്ടിക്കാട് പ്രസംഗം, ആ പ്രസംഗത്തിൽ മൂപ്പരും ചെറുചേരി ജനജി മുസ്ലിം പറഞ്ഞു ഒരു വെള്ളിയാഴ്ച കയറിയിരിക്കണേ. അപ്പൊ പിന്നത്തെ ആഴ്ച നമ്മൾ മറുപടി പറഞ്ഞു, ഞങ്ങൾ ചെയർമാനായി പിന്താങ്ങിയ ശേഷം ആദ്യം വന്ന വെള്ളിയാഴ്ച ജുമാക്ക് കയറിയിക്കണോ? നിങ്ങൾ മിണ്ടാതെന്നാ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ ശരിയാക്കിക്കോളാം. ഒരൊറ്റ കണ്ടീഷൻ, നിങ്ങൾ നാവ് അണക്കരുത്. നിങ്ങൾ നാവ് എടുത്താല് നാട്ടുകാർക്ക് മുഴുവൻ കരിയേടാണ്. സാക്ഷാൽ മുസ്ലിം ലീഗുകാർക്കും കൂടി ആ തയ്യാണ് നിങ്ങളെ നാക്ക്. അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇലക്ഷന്റെ ടൈമിൽ ഈ വരവും ചെലവൊക്കാത്ത പണിയെടുക്കുവാരെങ്കിലും നിങ്ങൾ നയം പ്രഖ്യാപിക്കൂല. നിങ്ങൾക്ക് നയം പ്രഖ്യാപിക്കാൻ ഇല്ലതാനും. വികലാംഗൻ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുമാർ എന്ന് പറയുന്ന ഭീഷണി, അതല്ലേ കൂട്ടരെ രാഷ്ട്രീയക്കാർക്ക് നിങ്ങളെ സംബന്ധിച്ചുള്ളൂ. അതേ സമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലപാടുകൾ എടുക്കാൻ നിർബന്ധിതമായി. എന്താണ്? ആലിമീങ്ങൾ പരോക്ഷമായി പിന്തുണക്കുന്ന സാമുദായിക ലൈനിലുള്ള രാഷ്ട്രീയ പാർട്ടി സമുദായത്തിന്റെ ഉപ്പും ചോറും തന്ന് സമുദായത്തിലെ ന്യൂനപക്ഷമായ അവാന്തര വിഭാഗങ്ങൾക്ക് ഓശാന പാടുന്ന ഈ വൈരുദ്ധ്യം ഇനി അനുവദിച്ചുകൂടാ. അങ്ങനെയാണ് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ സമസ്തയുടെ രാഷ്ട്രീയ നയപാട് സമസ്തയിൽ രൂപപ്പെടുത്തിയെടുക്കാൻ തയ്യാറായത്. ഇവിടെ ഈ കാണുന്നത് സത്യധാരയാണ്. ആ സത്യധാരയിൽ കുറെ മുതലാക്കപ്പെട്ട വാചകങ്ങളുണ്ട്. ഞാൻ അതിൽ ഇപ്പോൾ ആവശ്യമുള്ളത് പറയുന്നത്, ഇവർ പറയുന്നത് എന്താണ്? അതേപോലെ കഴിഞ്ഞ കാലങ്ങളിൽ മുജാഹിദ്, ജമാഅത്ത് തുടങ്ങിയ പുത്തൻ പ്രസ്ഥാനക്കാർ സമുദായത്തെയും സമുദായ രാഷ്ട്രീയത്തെയും ഹൈജാക്ക് ചെയ്ത് മുതലെടുപ്പ് നടത്തുകയായിരുന്നു. പാവം സുന്നികൾ എല്ലാ മേഖലയിലും അവഗണിക്കപ്പെടുമ്പോ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ച് സുന്നി താൽപര്യത്തിന് വേണ്ടി ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അതിൽ അസന്തുഷ്ടി പ്രകടിപ്പിക്കുന്നവരുടെ താൽപര്യം എന്താണെന്ന് തിരിച്ചറിയാൻ സമസ്തയുടെ പ്രവർത്തകർക്ക് കഴിയുമെന്നാണ്. ഇത് ലൈറ്റസ്റ്റ് സത്യധാരയാണ്. ലൈറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊന്നുള്ളതല്ല. പിന്നെയോ കഴിഞ്ഞ ആദ്യ ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം 2006 ജൂണിൽ ഇറങ്ങിയ സത്യധാര. ഇതീ പറഞ്ഞ മലയാളം എന്താണെന്ന് മനസ്സിലാക്കിയോ? സാമുദായിക രാഷ്ട്രീയ പാർട്ടിയെ മുജാഹിദും ജമാഅത്തും ഹൈജാക്ക് ചെയ്തു. അങ്ങനെ ഹൈജാക്ക് ചെയ്യുമ്പോ സമുദായ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് സുന്നികൾ അനുഭവിച്ച വിഷമം, ആ വിഷമം അനുഭവിച്ച് അതിനെ പ്രതിരോധിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവരെ കുറ്റം പറയാൻ പറ്റുമെന്നാണ്. കാന്തപുരം ഉസ്താദ് ഇതല്ലേ ചെയ്തിട്ടുള്ളൂ. അതാദ്യം മാതൃക കാണിച്ചു നിന്ന് ശംസുൽ ഉലമയല്ലേ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ജനാധിപത്യ രാജ്യത്ത് ഏതൊരു മതസംഘടനക്കും കൃത്യവും വ്യക്തവുമായ രാഷ്ട്രീയ നിലപാട് വേണം. ആ നിലക്കു തന്നെ സമസ്ത മുന്നോട്ട് നീങ്ങി. അങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു രാഷ്ട്രീയ നയം പ്രഖ്യാപിക്കുന്നത്. എന്തായിരുന്നു അത്? ഇത് ലീഗ് ടൈംസ് 2/1/1980 89 ഔദ്യോഗികമായ ധ്രുവീകരണം. ഒന്നിച്ചു നിൽക്കുന്ന കാലത്ത് 1980 സുന്നികൾക്കൊരു നയമുണ്ട് എന്ന ഹെഡിങ്ങിൽ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ ഒരു പ്രസ്താവന വരികയാണ്. എന്താണ് പ്രസ്താവനയിലുള്ളത്? കോഴിക്കോട്
തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു നയം അംഗീകരിച്ചിട്ടുണ്ടെന്നും അതില്ലെന്ന് വരുത്തി തീർക്കാൻ ചില സുന്നി വിരുദ്ധ പത്രങ്ങൾ നടത്തുന്ന ശ്രമങ്ങളിൽ ആരും തെറ്റിദ്ധരിക്കരുതെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി EK അബൂബക്കർ മുസ്ലിയാർ ഇവിടെ ലീഗ് ടൈംസിനോട് പറഞ്ഞു. ഇത് നമ്മൾ ഒന്നുകൂടി ആവർത്തിക്കേണ്ട സംഗതിയാണ്. പത്രക്കാരെന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാക്കുന്നുവെങ്കിൽ സമസ്തയുടെ നയത്തിൽ ആരും സംശയിക്കേണ്ടതില്ല. സമസ്തയുടെ നയം 80-ൽ ശംസുൽ ഉലമ പ്രഖ്യാപിക്കാം. എന്താണ് പറയുന്നത്? സുന്നികളുടെ രാഷ്ട്രീയ നയം മാസങ്ങൾക്ക് മുമ്പ് മുഷാവർ അംഗീകരിച്ചതും ഏവർക്കും അറിവുള്ളതുമാണ്. എന്താണത്? ആത്മാർത്ഥതയുള്ള സുന്നികൾ ആ നിലപാട് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് EK അബൂബക്കർ മുസ്ലിയാർ പ്രഖ്യാപിക്കുകയാണ്. വളരെ സാമുദായിക രാഷ്ട്രീയ പാർട്ടിയുടെ ശല്യം സഹിക്കവയ്യാതെയായപ്പോൾ സമസ്തയെടുത്തൊരു നിലപാടാണ്. എന്താണ് നിലപാട്? എന്തായാലും സമസ്തക്കൊരു നിലപാടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് സമസ്തയുടെ നിലപാട് എന്താണ്? ആ നിലപാട് ഇടക്കിടക്ക് കൺഫ്യൂഷനാക്കാൻ എല്ലാ കാലത്തും പത്രക്കാർ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 2/1/80-ൽ ശംസുൽ ഉലമ പറഞ്ഞു സുന്നികൾക്ക് രാഷ്ട്രീയ നയമുണ്ട് തീർച്ച. എന്നിട്ടോ 16/1/1980 ഏതാണ്ട് ഒരു 1-1.5 ആഴ്ച കഴിഞ്ഞപ്പോ വീണ്ടും സമസ്തയുടെ നേതാക്കൾ ആവർത്തിച്ചു സമസ്തയുടെ നയനിലപാട് മാറ്റിയിട്ടില്ല. എന്താണ് സമസ്തയുടെ നയനിലപാട്? സുന്നികൾ സുന്നത്ത് ജമാഅത്തിന്റെ സംരക്ഷണമാണ് സമസ്തയുടെ ലക്ഷ്യം. അതിനുവേണ്ടി സുന്നികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും അതിന്റെ എതിരാളികളെ എല്ലാ മണ്ഡലങ്ങളിലും എതിർത്തു പരാജയപ്പെടുത്തുകയും ചെയ്യണമെന്ന്, അങ്ങനെ പരാജയപ്പെടുത്തൽ സുന്നികളുടെ കടമയാണെന്ന് സമസ്തയുടെ നേതാക്കളായ KK അബൂബക്കർ ഹസ്രത്ത്, EK അസം മുസ്ലിയാർ, AP അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം തുടങ്ങിയവർ പ്രസ്താവിച്ചു. 2/1/80-ൽ EK പറഞ്ഞു സമസ്തക്കൊരു രാഷ്ട്രീയ നിലപാടുണ്ട്. എന്നിട്ട് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സമസ്തയുടെ നേതാക്കൾ ആ നിലപാട് ആവർത്തിച്ചു. എന്താണ്? പത്രക്കാരിടക്കിടക്ക് ഇങ്ങനെ സുവാസയിറ്റ് വരും. അത് അക്കാലത്തും ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കണേ. അതുകൊണ്ട് സമസ്തയുടെ നേതാക്കൾ ആവർത്തിച്ചു പ്രഖ്യാപിച്ചു നയമുണ്ട്. എന്താണ് നയം? ആ നയം എന്താണ് എന്നുകൂടി നമ്മുടെ നേതാക്കൾ നമ്മെ പഠിപ്പിച്ചു. 80-ലാണ് പണ്ട് കാലത്തെടുത്ത നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് EK പറയുന്നത്. എന്നാൽ പണ്ടെടുത്ത നിലപാട് എന്താണ്? ഇത് 1979-ലെ മാതൃഭൂമി ദിനപത്രമാണ്. ഡിസംബർ 29-ലെ ശനിയാഴ്ചയിലെ മാതൃഭൂമി ആ തീരുമാനമെടുത്തു. മാസങ്ങൾക്ക് ശേഷമുള്ള പ്രസ്താവനയാണ് ഞാൻ ആദ്യം വായിച്ചത്. ആദ്യം എടുത്ത നിലപാട് എന്താണ്? മാതൃഭൂമി ദിനപത്രം